Mr. Charles Nicholson. ഇനിയുക ചൈനയെ പ്രതികരിച്ചുകൊണ്ട് മിസ്റ്റർ ചൂങ് ചാൻ ചുമാങ് ചി. ഇനിയുക നമ്മുടെ ഭാരതത്തെ പ്രതികരിച്ചുകൊണ്ട് കേരളീയനായ മിസ്റ്റർ വേലപ്പൻ. അപ്പൊ നമുക്ക് ചർച്ച ആരംഭിക്കാം. ധാരാളം പൊക്കി പറഞ്ഞാൽ പൊക്കിക്കോ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അമേരിക്ക ഈ അടുത്തൊരു വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാളിങ്ങനെ മണ്ണ് കുടിച്ച് താഴേക്ക് ചെന്നപ്പോ മണ്ണിനടിയിൽ നിന്ന് 150 വർഷം പഴക്കമുള്ള ഒരു ചെമ്പ് കമ്പിട്ടു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 150 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ ടെലിഫോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതൊരു സംഭവമല്ല. നമ്മുടെ ചൈനയിൽ ചങ്ങാച്ചുണ്ണി കണ്ണി എന്ന് പറഞ്ഞാൽ ഈ മണ്ണിലൂടെ കുഴിച്ച് ചെന്നപ്പോഴുണ്ടല്ലോ 200 വർഷം പഴക്കമുള്ള ഇത്ര നീളമുള്ള ടെലിഫോൺ പോസ്റ്റിന്റെ കസ്റ്റം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 200 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചൈനയിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കുഴിക്കട്ട എന്തെങ്കിലും കാണണ്ട ചെന്നപ്പ ഒന്നും കണ്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 250 വർഷങ്ങൾക്ക് മുൻപ് കമ്പിയും പോസ്റ്റ് ഒന്നും ഇല്ലാതിരുന്ന മൊബൈൽ ഫോണാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അമേരിക്കയിൽ ഒരാളെ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഫോണിലേക്ക് നോക്കി നമ്പർ പറഞ്ഞാൽ മതി. അപ്പം കോൾ വരും. നിങ്ങളുടെ കയ്യിൽ നമ്പർ എണ്ണീട്ട് ഊന്നിട്ട് എന്നെ കോളും. നിങ്ങൾ നേരെ ഫോണിലേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോളും. ഇതൊക്കെ ഭയങ്കര ഡെവലപ്മെന്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ഡെവലപ്മെന്റ് നിങ്ങൾ വായിച്ചില്ല കണ്ടില്ല. ഉറക്കം പിന്നെ നോക്കിക്കോ. എന്താ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു ഫാക്സ് അയച്ചതാ. ഇതൊക്കെ എന്ത് ഗവൺമെന്റ്? അമേരിക്ക ഗവൺമെന്റ് നിങ്ങൾ കാണണം. ഞങ്ങളുടെ നാട്ടിൽ കപ്പൽ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അമേരിക്ക ഞങ്ങൾ പലരും വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. കപ്പൽ ഷിപ്പ് കോടികൾ മുടക്കി മാസം എടുത്ത് കപ്പൽ കണ്ടുപിടിച്ചതും ചരക്ക് കപ്പൽ ഉണ്ടാക്കുന്നതും ഞങ്ങൾ അമേരിക്കക്കാർ മാത്രമാണ്. ഇതാ പറഞ്ഞ നിങ്ങൾ ചൈന അമേരിക്കയൊക്കെ മണ്ടന്മാരാണ്. നിങ്ങളെ പോലെ മണ്ടന്മാരല്ല ഞങ്ങൾ കാര്യം. ഞങ്ങൾ ഇതുപോലെ കോടികളെടുത്ത് ദിവസം എടുത്തൊന്നും കപ്പൽ ഉണ്ടാക്കാറില്ല. അതിനാണ് ബുദ്ധികളെന്ന് പറയുന്നത്. ഒരു കപ്പൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല. ഞങ്ങൾ അതിന്റെ മോൾഭാഗം മാത്രം ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ഇത് എന്ന് പറഞ്ഞ് ചുമന്ന് നേരെ കടലിൽ കൊണ്ടുവരും. പൊങ്ങി കിടക്കുവാണെങ്കിൽ കിടക്കുക കപ്പൽ. അപ്പൊ പൊങ്ങി കിടന്നാലോ പൊങ്ങി കപ്പൽ. അറിയാമോ? പക്ഷേ സ്പോർട്സ് അമേരിക്ക നല്ല ബോട്ട്സിലിരിക്കാൻ മുമ്പിൽ മത്സരത്തിൽ അമേരിക്ക വിട്ടാൽ ആരുമില്ല. നാട്ടിൽ അടുത്തടുത്ത് ഒരാൾ നീന്താൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നീന്തി തിരിച്ചു വന്നത്. 2 ദിവസം 6 ദിവസമുള്ള നീന്തുകാർക്കില്ല നിങ്ങളുടെ നാട്ടിൽ. അതൊക്കെ നമ്മുടെ വരാപ്പുഴയുള്ള പാപ്പിച്ചേട്ട പുള്ളി ഇന്നാളും പുന്നമടക്കായ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് പുന്നമടക്കായലേക്ക് എടുത്ത് ഒറ്റ ചാട്ടമായിരുന്നു. 2 കൊല്ലമാണ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഏത് രാജ്യത്ത് മത്സരിക്കാൻ പോയാലും കപ്പ് ഞങ്ങൾ അമേരിക്കക്കാർ കൊണ്ടുവരും. നിങ്ങൾ മാത്രമല്ല കപ്പ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ നിങ്ങളെ പോലെ പല രാജ്യങ്ങളിൽ മത്സരിക്കാൻ പോകാറുണ്ട്. പക്ഷെ കപ്പൊന്നും ഞങ്ങൾ കൊണ്ടുവരാറില്ല. അതെന്താ? മഹാത്മാഗാന്ധി പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ
ഇത് അതിന്റെ ഒരു പാകിസ്ഥാൻ കെയർ ഓഫ് മുഷറഫ് എന്നൊരു പേപ്പർ എഴുതി അവിടെ ഒപ്പിച്ചു വെച്ചിട്ട് ഒരൊറ്റ വീട്ടിലാണ് അത് കറക്റ്റ് സ്പോട്ടിലുണ്ടെന്ന് പൊട്ടുവോ അവിടെ ഒന്നും പോകില്ലേ ഈ സാധനം എന്ത് വീഴുന്നത് വല്ല ചൈനയില ബർമയില ഭൂട്ടാനിലൊക്കെ ആയിരുന്നു അപ്പൊ അവരെ തോന്നുമ്പോ അഡ്രസ് പാകിസ്ഥാൻ കെയർ ഓഫ് മുഷറഫ് അവന്മാര് നിങ്ങൾക്ക് നേരെ പാകിസ്ഥാനിൽ പോകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് ഒന്നാം സ്ഥാനത്ത് അമേരിക്ക തന്നെയാണ്. ഞാൻ സമ്മതിക്കൂല. അതെ ഞാൻ പള്ളിക്കൂടെ മൊട്ടയുടെ കുട്ടിയാണ് ദൈവം മാറിപ്പോയി തങ്ങളുടെ നാടാണ് ഞങ്ങളുടെ കേരളം. ദൈവമാണല്ലോ നിങ്ങൾ കുറെ കോരിച്ചൊല്ലി തന്നേക്കണ്ടത്. നിങ്ങൾക്ക് ദൈവം തന്നെ കോരിച്ചൊല്ലി തന്നിട്ടുണ്ടല്ല. ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഞങ്ങളുടെ നാട്. ദൈവത്തിനെ ഓൺ ദ സ്പോട്ടിൽ വിളിച്ചു വരുത്തി നമുക്ക് ഒരു പരിഹാരം റെഡിയാണല്ലോ. വിളിച്ചു ദൈവമേ എന്തിനാണ് നമ്മെ വിളിപ്പിച്ചത്? ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയാണ്. ദൈവമേ ഞാൻ അമേരിക്കക്കാരനാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞങ്ങളാണ് ഒന്നാം നമ്പറായിട്ട്. പക്ഷേ ഈ ലോകരാഷ്ട്രങ്ങളെ മൊത്തം അടക്കി ഭരിക്കാനായിട്ട് ഞങ്ങൾ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ദൈവമേ? ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏകദേശം ഒരു 400 കൊല്ലമെങ്കിലും ചിന്തിരിക്കേണ്ടി വരും. അത് കാണാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കൂലല്ലോ. കറങ്ങി പോയതാണ് പൊന്നെ. എല്ലാ രാജ്യത്തെക്കാൾ ഒരു മുൻപിൽ നിൽക്കാൻ ഞങ്ങൾ എത്ര കൊല്ലം കത്തിച്ചിട്ട് കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും മുൻപന്തിയിൽ എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഏകദേശം 500 കൊല്ലമെങ്കിലും കാത്തിരിക്കും. എന്തിനാണ് ചൈന കരയണ? ചൈന കരയണെന്തിനാണ്? ഇതൊക്കെ കാണാൻ ഞാൻ ജീവിതോടുണ്ടാകില്ലല്ലോ. അത് ഓർത്തപ്പോ കടിച്ചു പോയതാണ്. ഒരൊറ്റ കാര്യം നമ്മുടെ കൊച്ചു കേരളം പീഡനം, തൊഴിലില്ലായ്മ, പട്ടിണി, രാഷ്ട്രീയ കലാപം, ദാരിദ്ര്യം ഇതൊന്നുമില്ലാത്ത നല്ലൊരു കേരളം ഉണ്ടാകാൻ ഞങ്ങൾ എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വരും? രാഷ്ട്രീയ കലാപം, സ്ത്രീപീഡനം, പിടിച്ചുപറി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇതൊന്നുമില്ലാത്തൊരു നല്ല കേരളത്തിന് വേണ്ടി 1, 2, 3, 4, 5, 6, 7,